ബ്രെഡും ജാമും ബട്ടറൊക്കെ കാണുമ്പം ഹോസ്റ്റലിൽ പണ്ട് നടന്നൊരു സംഭവം ഓർമ്മ വരിക. ഹോസ്റ്റലിൽ ഞായറാഴ്ച അമ്പലത്തിൽ പോകാൻ പെർമിഷനുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ റൂംമേറ്റും കൂടെ രാവിലെ ബ്രെഡും മുട്ടക്കറിയാണോ ജാമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ബ്രെഡ് കഴിച്ചിട്ട് ഇറങ്ങി. എല്ലാ ഞായറാഴ്ചയും ബ്രെഡ് അവിടെ മസ്റ്റാണ്. അപ്പം ധൃതി പിടിച്ച് ബ്രെഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഓട്ടോയിൽ അമ്പലത്തിലെത്തി. അമ്പലമുറ്റത്ത് കാലെടുത്ത് വെച്ച് ഉള്ളിലേക്ക് പോയില്ല. അതിന് മുന്നേ ഭയങ്കര വയറുവേദന, സഹിക്കാൻ പറ്റുന്നില്ല. ഒരു രക്ഷയില്ല, വേഗം ഓട്ടോ വിളിച്ചോ എന്ന് ഞാൻ അവളോട് പറഞ്ഞ് ഓട്ടോ വിളിച്ച് അതേപോലെ ഹോസ്റ്റലിലെത്തി. ഞങ്ങളുടെ റൂം 4th ഫ്ലോറിലാണ്. അവിടം വരെ ഒന്നും എത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയുള്ള ബാത്റൂം ശരണം പ്രാപിച്ചു. പിന്നെ എങ്ങനെയൊക്കെയോ റൂമിലെത്തി. നല്ല ക്ഷീണമായിരുന്നു. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അന്ന് ഞാൻ മനസ്സിലാക്കി. കയ്യിൽ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചുളുങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ജലാംശം ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട്. എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവൾക്ക് കാര്യം കുറച്ച് പന്തികേടാന്ന് മനസ്സിലായത് കൊണ്ടാവും വേഗം മെസ്സിൽ പോയി കഞ്ഞിവെള്ളവും വെള്ളമൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് എന്നെ കുടിപ്പിച്ച്. എന്തോ ഭാഗ്യത്തിന് ആ ഒരൊറ്റ പ്രാവശ്യം പോയതോടെ പിന്നെ പോകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ട്. പക്ഷേ അതിനുശേഷം എപ്പോഴും ബ്രെഡ് കാണുമ്പോൾ എനിക്കൊരു പേടിയാണ്. നല്ല സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് മാത്രമേ ഞാൻ ബ്രെഡ് വായിലേക്ക് വെക്കാറുള്ളൂ. പ്ലേറ്റിൽ കിട്ടുന്ന ബ്രെഡിന് വലിയ കുഴപ്പമൊന്നും തോന്നാറില്ല. പക്ഷേ കയ്യിലെടുത്ത് ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ പലപ്പോഴും വെള്ള ഫംഗസ് കാണാറുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ പ്രത്യേകിച്ച് ബ്രെഡൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും.